നൊമ്പരമേറെ സഹിച്ചു, സമാധാനങ്ങൾ നഷ്ടം. ഒന്ന് പറയാമോ? എല്ലാം യേശുവോട് ചെന്ന് ചൊല്ലിടായ്ക നിമിത്തം. ഈ വരികളൊന്നും വെറുതെ എഴുതി വെച്ചതല്ല കേട്ടോ. ഈ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തൻ്റെ ഭക്തന്മാർ എഴുതി വെച്ച വരികളായത്. ഇത് നാം പാടുമ്പോൾ ആ ദൈവസാന്നിധ്യം നമ്മൾ അനുഭവിക്കണം. വെറുതെ ഇരുന്ന് പാടി പോകുവാനല്ല. ഈ വരികൾ പാടുമ്പോൾ നമുക്ക് കർത്താവിനോടൊന്ന് പറയണം, കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് വേണമെന്ന്. എത്ര പേർക്കൊന്ന് പറയുവാൻ സാധിക്കും? എന്തു നല്ലോ സഖിയേശു, പാപദുഃഖം വഹിക്കും. പറയാമോ? എല്ലാം യേശുവോട് ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. എത്ര വിഷമേറിയ പ്രയാസങ്ങളായിക്കോട്ടെ, പ്രതികൂലങ്ങളായിക്കോട്ടെ, നിങ്ങൾ ഇന്നൊന്ന് പറയാൻ സാധിച്ചാൽ കർത്താവിനോട്, മടി കൂടാതെ കർത്താവിനോട് എൻ്റെ പ്രശ്നം ഇന്നതാണെന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ സാധിച്ചാൽ ഇന്ന് കർത്താവിന് നിങ്ങൾക്ക് വിടുതൽ തരും. കാരണം ആ ദൈവസാന്നിധ്യം അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ബാക്കിലിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ആ ദൈവസാന്നിധ്യം അനുഭവിക്കുകയായിരുന്നു. കാരണം ഇന്ന് ഈ ഒരു തിരക്കിൻ്റെ സമയത്ത് നമ്മൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് വൃഥാവായി പോകത്തില്ല കേട്ടോ. നമ്മളെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മളെ കരുതുന്ന ഒരു കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടൊന്ന് പറയാമോ? കഷ്ടം ശോധനകളുണ്ടോ, ഈ വിധ ദുഃഖങ്ങളും, പറ, ലേശവുമാധൈര്യം വേണ്ട, ചൊല്ലാം യേശുവോടെല്ലാം. അടുത്ത വരി ഒന്ന് പാടാമോ? എൻ്റെ ദുഃഖം സർവം വഹിക്കുന്ന മിത്രം മറ്റാരുമുണ്ടോ, എൻ്റെ ക്ഷീണമെല്ലാം അറിയുന്ന യേശുവോടു ചൊല്ലിടാ. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, എൻ്റെ ദുഃഖം എൻ്റെ ക്ഷീണമൊക്കെ അറിയുന്നവൻ അവൻ മാത്രമാണ്. ഞാനിപ്പോൾ ആ ഓഫീസിലോട്ട് ചെന്നപ്പോഴത്തേക്ക് ആ ഒരു ആൻറ്റി വന്നിട്ട് ഒരു ബുദ്ധിമുട്ട് പറയുന്നത് കേട്ട്. ഞാനിവിടെ അവരെ വന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ലെന്ന്. ആൻറ്റി ഇന്ന് പകൽക്കാലം ആൻറ്റി കടന്നു വന്നിട്ടുള്ള ഒരു വൃഥാവായിട്ട് പോകത്തില്ല. വിശ്വസിക്കാമോ? നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാമോ? നമ്മൾ ഒരുമിച്ച് ഈ പാട്ടിൻ്റെ വരികൾ പാടാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ ഒന്ന് കർത്താവിനോട് പറ. നിങ്ങളുടെ പ്രതിസന്ധികൾ കർത്താവിനോട് പറ. മടി കൂടാതൊന്ന് പറ. കണ്ണുകളൊക്കെ ഒന്ന് അടച്ചിട്ട് ആ ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സാന്നിധ്യത്തിൻ്റെ മറവിലായിരുന്നു കൊണ്ട് നമുക്കൊന്ന് പറയാൻ സാധിച്ചാൽ ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ വലിയൊരു വിടുതലാണെന്ന് ഞാനത് വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവരൊക്കെ ഒന്ന് ചേർന്ന് ഒരുമിച്ച് പാടാമോ? കണ്ണുകളൊക്കെ അടച്ചിട്ട്. എന്തു നല്ലോർ സഖി യേശു, പാപദുഃഖം വഹിക്കും. എല്ലാം യേശുവോട് ചെന്ന്, എല്ലാം യേശുവോട് ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. ഉറപ്പോടൊന്ന് പാടാമോ? എന്തു നല്ലോർ സഖിയേശു, പാപദുഃഖം വഹിക്കും. എല്ലാം യേശുവോട് ചെന്ന്, എല്ലാം യേശുവോട് ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരമേറെ സഹിച്ച്, നൊമ്പരമേറെ സഹിച്ചു,
സമാധാനങ്ങൾ നഷ്ടം. ഓ എല്ലാം യേശുവോട് ചെന്ന് ചൊല്ലിടായിക നിമിത്തം. ഒന്ന് പറയാമെങ്കിൽ നിന്റെ സമാധാനത്തെ തിരിച്ചു തരുവാൻ കഴിയുന്ന ഒരു കർത്താവിനെ നാം ആരാധിക്കുന്നത്. അങ്ങനെയെങ്കിലും ഒന്ന് പറയാമോ കർത്താവിനോട്? കർത്താവേ, എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ സമാധാനം എനിക്കൊന്ന് തരണമെന്ന് എത്ര പേർക്കൊന്ന് പറയുവാൻ സാധിക്കും? മുറിഞ്ഞ ഹൃദയത്തോടാണോ നിങ്ങൾ ആയിരിക്കുന്നത്? തകർന്ന ഹൃദയത്തോടാണോ ആയിരിക്കുന്നത്? നിങ്ങളെ നന്നായി പണിയുവാൻ കഴിയുള്ളൊരു കർത്താവിൻ്റെ സാന്നിധ്യമാണ് നാം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ എന്ന് പറയാമോ? ഓ നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം. എല്ലാം യേശുവോട് ചെന്ന്. ഓ എല്ലാം യേശുവോട് ചെന്ന് ചൊല്ലിടായിക നിമിത്തം. നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം. എല്ലാം യേശുവോട്. എല്ലാം ശബ്ദമുയരട്ടെ. ഓ ചൊല്ലിടായിക നിമിത്തം. യേശു മാത്രം, യേശു മാത്രം സ്തുതികൾക്ക് യോഗ്യൻ. വേറെ ആരും വേറെ ഒന്നും എൻ്റെ പ്രിയനെ പോൽ യോഗ്യമല്ലേ. അവനെ പോലെ യേശു മാത്രം. ഒന്ന് പറയാമോ? യേശു മാത്രം സ്തുതികൾക്ക് യോഗ്യൻ. വേറെ ആരോ വേറെ ആരും വേറെ ഒന്നും എൻ്റെ പ്രിയനെ പോൽ യോഗ്യമല്ലേ. യേശുവെ പോലെ, യേശുവേ പോലെ ആരുമില്ല. ഒന്ന് പറയാമോ? എൻ്റെ പ്രിയനെ പോ ആരുമില്ല. യേശുവെ പോലെ, യേശുവേ പോലെ ആരുമില്ല. എൻ്റെ പ്രിയനെ പോ ആരുമില്ല. കരങ്ങളെ ഒന്ന് വീശി ചേർന്ന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് പറയാമോ? എൻ്റെ യേശുവിന്, എൻ്റെ യേശുവിന് മഹത്വം. എൻ്റെ പ്രാണപ്രിയന് വന്ദനം. എൻ്റെ യേശുവിന്, എൻ്റെ യേശുവിന് മഹത്വം. എൻ്റെ പ്രാണപ്രിയന് വന്ദനം. എല്ലാ നാവും സർവലോകവും യേശുനാമം ഉയർത്തിടുമേ. ബഹുമാനവും സ്തുതി സ്തോത്രവും സർവം സ്വീകരിപ്പാൻ യേശു യോഗ്യൻ. എല്ലാ നാവും സർവലോകവും യേശുനാമം
ഉയർത്തിയിടുമേ. ബഹുമാനവും സ്തുതി സ്തോത്രവും സർവം സ്വീകരിപ്പാൻ യേശു യോഗ്യൻ. യേശുവേ പോലെ അവനെ പോലെ ആരുമില്ല, അവനെ പോലെ യോഗ്യൻ ആരുമില്ല. ഉലകത്തെ ചമച്ചവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവ്വലോകവും സകല മുഴങ്കാലും മടങ്ങുന്ന ഒരു നാമം, അതെന്റെ യേശുവിന്റെ നാമം. ഹല്ലേലൂയ. യേശുവിനെ പോലെ യോഗ്യൻ ആരുമില്ല. എന്റെ പ്രിയനെ പോൽ സുന്ദരൻ ആരുമില്ല. 10,000ങ്ങളിൽ സുന്ദരൻ, ശാരോനിലെ പനിതീർപ്പു. ഹല്ലേലൂയ. സ്തുതികൾക്ക് യോഗ്യൻ അതെന്റെ യേശു. ഹല്ലേലൂയ. യേശുവേ പോലെ ആരുമില്ല, എന്റെ പ്രിയനെ പോ ആരുമില്ല. പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ യേശുവിന്, എന്റെ യേശുവിന് മഹത്വം. എന്റെ പ്രാണപ്രിയന് വന്ദനം. എന്റെ യേശുവിന് മഹത്വം. എന്റെ പ്രാണപ്രിയന് വന്ദനം. എന്റെ യേശുവിന് വന്ദനം. തുറന്ന് പറയാമോ? കർത്താവിന് മഹത്വം കൊടുക്കാമോ? എന്റെ പ്രാണപ്രിയന് വന്ദനം. എന്റെ യേശുവിന്, എന്റെ യേശുവിന് മഹത്വം. എന്റെ പ്രാണപ്രിയന്. അങ്ങനെയെങ്കിൽ കരങ്ങളൊക്കെ ഒന്ന് വീശിച്ചേർന്ന് ഹല്ലേലൂയ, എന്റെ പ്രാണപ്രിയന് വന്ദനം. എന്റെ യേശുവിന്, എന്റെ യേശുവിന് മഹത്വം. എന്റെ പ്രാണപ്രിയന് വന്ദനം. നിന്നിച്ചു തള്ളിയ പൊട്ടക്കിണറ്റിലും വാഗ്ദത്തം തന്നവൻ നിൻ തലയ്ക്കുമീതെ. നിന്നിച്ചു തള്ളിയ പൊട്ടക്കിണറ്റിലും വാഗ്ദത്തം തന്നവൻ നിൻ തലയ്ക്കുമീതെ. മറ്റാരും കാണാത്ത മാന്യത നൽകുവാൻ നാലാം യാമത്തിൽ നീ വന്നിരുന്നില്ലെങ്കിൽ ലജ്ജിതനായി തകർന്നു പോയേനെ ഞാൻ. ലജ്ജിതനായി വാടി വീണേനെ. യോസേഫിന്റെ ജീവിതം എടുത്ത് നോക്കി. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുറിവുകൾ ഏൽപ്പിച്ച് കടന്നു പോകുമ്പോൾ നാം ഒന്ന് ചിന്തിച്ചോണം, തടയിടാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഞാൻ എന്നെയും കൂടെ സാക്ഷി നിർത്തിയാ പറയുന്നത്.
നമ്മുടെ ജീവിതം നാം കർത്താവിന് വേണ്ടി മാത്രം കൊടുത്താൽ, കർത്താവെ അങ്ങയുടെ ഇഷ്ടം മാത്രം എന്നിൽ നിറവേറണമേ എന്ന് മാനുഷികമായിട്ട് നാം ചിന്തിച്ചേക്കാം. പക്ഷേ കർത്താവിനോടൊന്ന് പറ, നിന്റെ ഇഷ്ടം എന്താണോ, നിന്റെ പ്ലാൻ എന്താണോ എന്നെക്കുറിച്ച്. ഇന്നത് നിങ്ങളൊന്ന് പറയാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറും. വലിയൊരു ടേണിംഗ് പോയിന്റ്. വെറുതെ പറയുന്നതല്ല കേട്ടോ, വെറുതെ പറയുന്നില്ല. എന്നോട് പറഞ്ഞിട്ട് ഞാൻ പറയുന്നതാണ്. നിങ്ങൾ വിശ്വസിച്ചാൽ ആ അടയാളം നിങ്ങൾ കാണും. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ഉണ്ടല്ലോ, അത് നാം അനുഭവിക്കുമ്പോൾ നമുക്ക് എത്രയാണെങ്കിലും ഇവിടെ അടങ്ങിയിരിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ചിന്താകുലങ്ങൾ ഇടും നമ്മുടെ ജീവിതത്തിൽ, ശത്രു ഇടുമ്പോൾ നാം ഒന്ന് പറയണം, എന്നെ നിനക്ക് ജയിക്കാൻ പറ്റത്തില്ല. പ്രതികൂലങ്ങളെ നോക്കിയിട്ട് നമ്മൾ പറയണം, എന്നെ നിനക്ക് ജയിക്കാൻ കഴിയത്തില്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഇതെന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ ഒന്ന് ഉറപ്പിക്കുവാൻ വേണ്ടിയാണ്. നാം ആരാധിക്കുമ്പോൾ നമ്മുടെ ആരാധനയെങ്കിലുണ്ടല്ലോ ദൈവ സാന്നിധ്യം ഇറങ്ങി വരണം, ആ അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങി വരണം. ഹല്ലേലൂയ. ആരും മൗനമായിട്ടിരിക്കരുത് ദയവ് ചെയ്ത്. കാരണം ദൈവിക സാന്നിധ്യത്തിന്റെ മറവിലാണ് നാം ആയിരിക്കുന്നത്. ആ കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നിടത്തെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നിട്ടുണ്ട്. ഹല്ലേലൂയ. വചനം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, കർത്താവ് പോയിടത്തൊക്കെയും അത്ഭുത പ്രവൃത്തികൾ നാം കണ്ടിട്ടുണ്ട്. ആ അത്ഭുത പ്രവൃത്തി നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. എത്ര പേർക്കൊന്ന് വിശ്വസിക്കുവാൻ സാധിക്കുമല്ലോ. ഹല്ലേലൂയ. നിങ്ങളുടെ പദവി നോക്കിയിട്ടല്ല, നിങ്ങളുടെ മാന്യത നോക്കിയിട്ടല്ല, നിങ്ങളുടെ കുലം നോക്കിയിട്ടല്ല, നിങ്ങളുടെ പൈസ നോക്കിയിട്ടല്ല, നിങ്ങളുടെ യാതൊന്നും നോക്കിയിട്ടല്ല, കർത്താവിന് വേണ്ടി ഒന്ന് സമർപ്പിക്കാമെങ്കിൽ, കർത്താവെ എന്നെ എടുത്തൊന്ന് ഉപയോഗിക്കണമെന്നൊന്ന് പറയാമെങ്കിൽ നിങ്ങളുടെ മേൽ കർത്താവിന് വൻ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെയൊന്നും പറയണമെന്ന് പറഞ്ഞു വന്നിരുന്നൊരു വ്യക്തിയല്ല. പെട്ടെന്ന് വന്നൊരു വർഷിപ്പ് ചെയ്ത് പോകണമെന്ന് പറഞ്ഞ് ഞാൻ വന്നതാണ്. പക്ഷേ എനിക്കറിയത്തില്ല, ഞാൻ അനുഭവിക്കുന്നൊരു ദൈവസാന്നിധ്യമുണ്ടല്ലോ, അത് വലിയൊരു ദൈവസാന്നിധ്യമാണ്. ഹല്ലേലൂയ. ഈ ഹോളിനകത്ത് നിങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. വെറുതെ അല്ല കേട്ടോ, വെറുതെ അല്ല. നമ്മളെ കൊണ്ട് കർത്താവിന് എന്തോ വലിയ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ജീസസ്, നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ ദൈവിക സാന്നിധ്യം തിരിച്ചറിഞ്ഞ് നാം ഇവിടുന്ന് മടങ്ങിപ്പോകാവൂ. ഹല്ലേലൂയ. ശുശ്രൂഷകൾ നടക്കുമ്പോൾ എങ്ങനെ പാസ്റ്റർ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഇവിടെ ആരും വലിയവരില്ല. നമ്മളെല്ലാം ഒരുപോലെ, നമ്മൾ ക്രിസ്തുവിൽ സമ്പന്നരാണ്. ഹല്ലേലൂയ. നമുക്ക് വലിപ്പ ചെറുപ്പമില്ല കേട്ടോ, നമുക്ക് കളർ വ്യത്യാസമില്ല, നമുക്ക് യാതൊന്നുമില്ല. പൈസ ഉള്ളവനെന്നോ പണക്കാരനെന്നോ പണമില്ലാത്തവനെന്നോ പണ്ഡിതനെന്നോ പാവനെന്നോ അങ്ങനെയല്ല കർത്താവ് സ്നേഹിച്ചത്. ഒരുപോലെയാണ് കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ. ആ യേശുവിന്റെ സ്നേഹമൊക്കെ തിരിച്ചറിഞ്ഞത് അതിനൊന്ന് പാടാമോ? പോഷിപ്പിക്കാൻ പത്യവചനശീലത്താലെന്നെ പോഷിപ്പിക്കാൻ ഓ നിർമ്മലത്തോയം നിത്യം കുടിപ്പിച്ചോ, നിർമ്മലത്തോയം നിത്യം കുടിപ്പിച്ചോ, പച്ചപ്പുൽശയ്യയിൽ കീടുന്നോരേ, പച്ചപ്പുൽശയ്യയിൽ കീടുന്നോരേ, തേടി വന്നോ ദോഷിയാമെന്നെയും നാഥാ, തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാഥാ, ഇത്രമാസ്നേഹം ഉയിർ കൊടുത്തെനിക്കായി, ഇത്രമാസ്നേഹം ഉയിർ കൊടുത്തേനി. മന്നവ വർണ്ണിപ്പാനേളുകല്ലാതെനിക്ക്, മന്നവ വർണ്ണിപ്പാനേളുകല്ലാതെനിക്ക് തേടി വന്നു. കണ്ണുകളെയൊക്കെ ഒന്ന് അടച്ച് കർത്താവിലേക്ക് ഹൃദയങ്ങളൊക്കെ ഒന്ന് പകർന്ന് ഹല്ലേലൂയ ആത്മസാന്നിധ്യത്തിൽ നിറഞ്ഞുകൊണ്ട്
ഒന്ന് പാടാമോ കർത്താവിനോട്? ഹല്ലേലൂയ. കളങ്കമില്ലാതെ ഈ തിരുസന്നിധി എന്നെ നിർത്തണമേ എന്ന് എത്ര പേർക്കൊന്ന് പറയുവാൻ സാധിക്കും? ഹല്ലേലൂയ. ഈ കളങ്കം നിറഞ്ഞ ഹല്ലേലൂയ ആ കർത്താവിന്റെ സ്നേഹം നമ്മളിലൊന്ന് വരണമേ എന്ന് എത്ര പേർക്കൊന്ന് പറയുവാൻ സാധിക്കും? ദുഷ്ടത തിങ്ങി നിൽക്കുന്ന ഈ ലോകത്തിൽ, ശത്രുത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ എൻ്റെ കർത്താവെ, കളങ്കമില്ലാതെ എന്നെ നിർത്തുവാൻ അങ്ങയുടെ സാന്നിധ്യം എനിക്കൊന്ന് വേണമെന്ന് എത്ര പേർക്കൊന്ന് പറയുവാൻ സാധിക്കും? നാം അനുഭവിച്ച ദൈവസാന്നിധ്യത്തിന് മുകളിൽ കർത്താവെ, അതിലുപരിയായിട്ട് കർത്താവെ, ആ ദൈവസാന്നിധ്യം എന്നെ ഒന്ന് തുടരണമെന്ന് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? നിർത്തിയിടുക കളങ്കമറ്റേശുവേ, കറയില്ലാതെ നിർത്തിയിടുക കളങ്കമറ്റേശുവേ, കറയില്ലാതെ പളുങ്കൂക്കാടൽ തീരെ തിരുന്നു ഞാനെൻ്റെ, പളുങ്കൂക്കാടൽ തീരെ തിരുന്നു ഞാനെൻ്റെ, മധുരഗാന രഥമതിലേറി ഗമിപ്പാൻ, മധുരഗാന രഥമതിലേറി ഗമിപ്പാൻ. പറയാമോ? പളുങ്കൂക്കാടൽ തീരെ തിരുന്നു ഞാൻ. ആത്മകണ്ണാളൊന്ന് കണ്ടുകൊണ്ട്, പളുങ്കൂക്കാടൽ തീരെ തിരുന്നു ഞാനെൻ്റെ, മധുരഗാന രഥമതിലേറി ഗമിപ്പാൻ, മധുരഗാന രഥമതിലേറി ഗമിപ്പാൻ. ആണിപ്പാഴുതുള്ള പാണികളാലേ, ആണിപ്പാഴുതുള്ള പാണികളാലേ ീണിച്ചാലും ഗ്രഹിച്ചിടുക. ശബ്ദമുയർത്തി ചേർന്ന്, പ്രീണിച്ചാലോ ചീടുക നീ. ഇത്രമാ സ്നേഹം ഉയിർകൊടുത്തേനിക്കായി, ഇത്രമാ സ്നേഹം ഉയിർകൊടുത്തേനിക്ക്. മന്നവാ മന്നവാ നിപ്പാനേളുതല്ലാതെ എനിക്ക്, മന്നവാ നിപ്പാനേളുതല്ലാതെ എനിക്ക് തേടി വന്നു ദോഷിയാ. ശബ്ദമുയർത്തി ചേർന്ന്, തേടി വന്നു, തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥാ. താതന്റെ മാർബല്ലേ ചൂടെനിക്ക്, താതന്റെ കൈയല്ലേ തണലെനിക്ക്. പറയാമോ? താതന്റെ മാർബല്ലേ. അങ്ങയുടെ ചൂടൊന്ന് വേണമെന്ന് എൻ്റെ പ്രതികൂല സമയത്തിൽ, എൻ്റെ ഇല്ലായ്മയുടെ നാളുകളിൽ, എനിക്ക് സന്തോഷമുള്ളപ്പോഴും എനിക്ക് സങ്കടമുള്ളപ്പോഴും അങ്ങയുടെ ആ മാർവിന്റെ ചൂടൊന്ന് പറ്റിയിരിക്കണമെന്ന് എനിക്കറിയുന്നില്ല കേട്ടോ. വലിയൊരു ദൈവസാന്നിധ്യം, ഹല്ലേലൂയ, ഇന്ന് നിങ്ങളെ നിറയ്ക്കുവാൻ കഴിവുള്ളൊരു ദൈവസാന്നിധ്യം ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. താതന്റെ മാർവല്ലേ ചൂടെനിക്ക്, താതന്റെ കൈയല്ലേ തണലെനിക്ക്. കൊതിയേറുന്നേ അരികിൽ വരാൻ അങ്ങയുടെ തിരുപാദത്തിൽ കിടന്നിടുവാൻ. പറയാമോ?
കൊതിയേറുന്നേ അരികിൽ വരാൻ തിരുപാദത്തിൽ കിടന്നിടുവാൻ കൊതിയേറുന്നേ അരികിൽ വരാൻ തിരുപാദത്തിൽ കിടന്നിടുവാഹോ കൊതിയേറുന്നേ തിരുപാദത്തിൽ കിടന്നിടുവാൻ അങ്ങേക്ക് ആരാധന 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 പരിശുദ്ധനാരാ. Thank you, Holy Spirit. ഓ ആരാധന ആരാധന അങ്ങേക്ക് ആരാധന 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 പരിശുദ്ധനാരാധന. അതരങ്ങൾ തുറന്ന് ശബ്ദമുയർത്തി ദേശം കേൾക്കുമാർ ആരാധന. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. സമർപ്പണത്തോടൊന്ന് പാടാവോ? എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. അങ്ങനെ ചേർന്ന് കരമുയർത്തി ആരാധന 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 അങ്ങേക്ക് ആരാധന പരിശുദ്ധനാരാധന ആരാധന ആരാധന ആരാധന. കോഴി തൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ. ശരിയല്ലേ ഇത്? കോഴി തന്റെ കുഞ്ഞിനെ ചിറകൻ മറവിൽ മറയ്ക്കുന്നത് പോലെ കഴുകൻ തന്റെ കുഞ്ഞിനെ ചിറകിന്റെ നിഴലിൽ മറയ്ക്കുന്നത് പോലെ. ഹല്ലേലൂയ. അല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇതിനകത്തായിരിക്കും. ഈ ഉലകത്തിൽ നമ്മളിപ്പോൾ ജീവനോടിരിക്കുന്നെങ്കിൽ നമ്മുടെ കഴിവൊന്നുമല്ല കേട്ടോ, നമ്മുടെ കഴിവൊന്നുമല്ല. ആ കർത്താവ് നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് നിങ്ങളെ ഇവനെ കണ്ടതുകൊണ്ട് നാം ഇതിനകത്തായിരിക്കുന്നത്. ഹല്ലേലൂയ. അപകടങ്ങൾ പതിയിരുന്ന ലോകത്തിൽ അനർത്ഥങ്ങൾ നമുക്ക് കണ്ണിന് മുൻപിൽ കടന്നുപോയപ്പോൾ നമ്മളെ ആ ചിറകിന്റെ മറവിൽ മറച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം നാം ഇതിനകത്തായിരിക്കുന്നെങ്കിൽ കർത്താവിനോടൊന്ന് പറയണം, കർത്താവിൽ നിന്നും എൻ്റെ കഴിവല്ല കർത്താവേ, അങ്ങ് എനിക്ക് ചെയ്ത ഉപകാരങ്ങൾ, അങ്ങനെ സ്നേഹിച്ചത് കൊണ്ട്, അങ്ങനെ കൂടെയുള്ളത് കൊണ്ട് ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുമെന്ന് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? ഹല്ലേലൂയ. ഓ കോഴി തൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ കോഴി തൻ കുഞ്ഞിനെ ചിറകടിയിൽ കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും
പോലെ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്ത നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി യേശുവേ നിനക്ക് നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായി എൻ ശക്തിയാലല്ല എന്റെ ശക്തിയാലല്ല കൈയുടെ ബലത്താൽ പിന്നെന്താണ് നിന്റെ ദയ അല്ലയോ എന്നെ നടത്തിയത് എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താൽ നിന്റെ ദയ അല്ലയോ എന്നെ നടത്തി ഒന്ന് പറയാമോ നിന്നത് കൃപയാ ദൈവ കൃപയാ നിർത്തിടും ദയാ നിർത്തിടും ദയാ നിത്യദയാ പറയാമോ ഓ പ്രാണപ്രിയ ചങ്കിലെ ചോര തന്നെന്നെ വീണ്ടെടുത്തവനെ വീണ്ടെടുക്കാരാ പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാൽ എന്നെയും അവസാനത്തുള്ളിൽ രക്തം വരെ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ ആ കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ ആരും മൗനമായിട്ടിരിക്കാതെ അതങ്ങൾ തുറന്ന് പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേയത് കൃപയേ വർണ്ണിപ്പാൻ കരങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിച്ചേർന്ന് നന്ദി യേശുവേ ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തി ആ കരങ്ങളെ ഒന്ന് വീശി ചേർന്ന് കോരായിരം നന്ദി യേശുവേ നിനക്ക് നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തി എന്റെ ശക്തിയാലല്ല ഓ നിന്നത് കൃപയാ ദൈവ കൃപയാ നിർത്തിടും ദയാ. അത് നമുക്ക് തുറന്ന് പാടാമോ?
ശബ്ദമുയർത്തി പാടാമോ? നിന്നത് കൃപയാ. ശബ്ദമുയരുന്നില്ല കേട്ടോ. നമുക്ക് കർത്താവ് നാവ് തന്നിട്ടുണ്ടെങ്കിൽ ഈ കർത്താവിനെ ആരാധിക്കുന്ന മടി കാണിക്കരുത്. ഹല്ലേലൂയ. നാളെ ഒരു പനി വന്ന് തൊണ്ടയൊന്ന് അടച്ചാൽ മതി, ശബ്ദം പുറത്തു വരത്തില്ല കേട്ടോ. നിങ്ങളിന്ന് വെറുതെ പറയുന്നതല്ല, ഇത് വെറുതെ പറയുന്നതല്ല. പല വേദികളിൽ കയറി എന്നിട്ട് പാടാൻ പറ്റാത്ത സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ കർത്താവിനെ ആരാധിക്കും. എനിക്ക് മടിയില്ല. എന്നെ നിങ്ങൾ അവരെന്ത് നോക്കുന്നോ, ഞാൻ പാടുന്നതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടോ, ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല കേട്ടോ. കാരണം എന്താണെന്നറിയാമോ? കർത്താവിനെ ആരാധിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, കർത്താവിനെ ആരാധിക്കുമ്പോൾ ഒരു സമാധാനമുണ്ടല്ലോ, ആ സന്തോഷമുണ്ടല്ലോ, അത് ഉലകം തരാത്തൊരു സന്തോഷമാണ് കേട്ടോ. ആരും തരാത്തൊരു സന്തോഷമാണ്. ഒന്ന് പാടാമോ? നന്ദി യേശുവേ നന്ദി. ശബ്ദമുയരട്ടെ. നീ ചെയ്ത നന്ദി യേശുവേ നന്ദി. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഹല്ലേലൂയ. ഓ നന്ദി യേശുവേ നന്ദി. നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ. നീ ചെയ്ത നന്മകൾ. കരങ്ങളെ ഒന്ന് വീശിച്ചേർന്ന് ഒരുമിച്ച് അങ്ങേക്ക് ആരാധന ആരാധന ആരാധന. ശബ്ദമുയരട്ടെ. പോരാ പോരാ. ആരാധന 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 ആരാധന. ഒരു പ്രാവശ്യം കൂടി ആ കരങ്ങളെ സ്വർഗത്തിലേക്ക് വീശി ആരാധന 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 ആരാധന. അങ്ങേക്ക് ആരാധന. ഓ ആരാധന 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 ആരാധന. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്, അവൻ സ്തുതികൾക്ക് യോഗ്യനാണ്. ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യം നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട്. എത്ര പേർക്കത് വിശ്വാസമുണ്ട്? ആ സാന്നിധ്യം എത്ര പേർക്കൊന്ന് അനുഭവിക്കാനിടയായി? ഹല്ലേലൂയ. ഇനിയും അവന്റെ സാന്നിധ്യം ഒന്ന് അനുഭവിക്കണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. കർത്താവിന്റെ കാലൊച്ച എനിക്കൊന്ന് കേൾക്കണമെന്ന്, അവന്റെ സൗരഭ്യം എൻ്റെ മേലൊന്ന് വരണമെന്ന്. ഹല്ലേലൂയ. ആ തിരുസാന്നിധ്യം എൻ്റെ കണ്ണാലൊന്ന് കാണണമെന്ന് എത്ര പേർക്കൊന്ന് പറയാൻ കഴിയും? ഹല്ലേലൂയ. ആ ആഗ്രഹമുള്ളവരൊക്കെ ആ കരങ്ങളെ ഒന്ന് ചേർത്തടിക്കാമോ? നമ്മൾ ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങുക. ഹല്ലേലൂയ. മടി കൂടാതെ നമ്മുടെ കർത്താവിനെ ആരാധിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നാം കണ്ടിട്ടില്ലാത്തൊരു വലിയ വിടുതൽ, നാം കണ്ടിട്ടില്ലാത്തൊരു വലിയ ദൈവപ്രവൃത്തി സംഭവിക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കരങ്ങൾ ചേർത്തടിച്ച് ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും. കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട് കാതുകളിലായി. തൻ സൗരഭ്യം പരക്കുന്നുണ്ട് ഈ അന്തരീക്ഷത്തിൽ. തിരുസാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും. തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട് കാതുകളിലായി. തൻ സൗരഭ്യം പരക്കുന്നുണ്ട് ഈ അന്തരീക്ഷത്തിൽ.
തിരു സൗന്ദര്യം ഞാൻ ദർശിക്കുന്ന കണ്ണുകളാലേ, ആത്മകണ്ണുകളാലേ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. രണ്ടുപേര് നാമത്തിൽ കൂടുന്നിടത്തെല്ലാം സാന്നിധ്യം വരുമെന്നവൻ ചൊന്നതല്ലയോ. ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ. തിരു സാന്നിധ്യം മനോഹരം, മനോഹരം തന്നെ. രണ്ടുപേര് നാമത്തിൽ കൂടുന്നിടത്തെല്ലാം സാന്നിധ്യം വരുമെന്നവൻ ചൊന്നതല്ലയോ. ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ. തിരു മനോഹരം, മനോഹരം തന്നെ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. അന്ധകാരം മാറുന്നു, വെളിച്ചം വീശുന്നു, ദുഷ്ടമുഖം പുഷ്ടിയാൽ തകർന്നു പോകുന്നു. കൃപ, കൃപ, കൃപ എന്ന് ആർത്തു ചൊല്ലാമേ. പർവ്വതങ്ങൾ കാൽക്കീഴിൽ സമഭൂമിയാകുന്നു. അന്ധകാരം മാറുന്നു, വെളിച്ചം വീശുന്നു, ദുഷ്ടമുഖം പുഷ്ടിയാൽ തകർന്നു പോകുന്നു. കൃപ, കൃപ, കൃപ എന്ന് ആർത്തു ചൊല്ലാമേ. പർവ്വതങ്ങൾ കാൽക്കീഴിൽ സമഭൂമിയാ. ഓ കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ. ആവേ കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. കൃപ, കൃപ എന്ന് ആർത്ത് ചൊല്ലുമ്പോൾ ഹല്ലേലൂയ അന്ധകാരം മാറി വെളിച്ചം വീശും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ അന്ധകാരങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് ആ ക്രിസ്തുവിന്റെ വെളിച്ചം, ക്രിസ്തുവിന്റെ സൗരഭ്യവാസന നമ്മളിലാകുമ്പോഴുണ്ടല്ലോ, നമ്മൾ കൃപയെന്ന് ആർക്കുമ്പോൾ ഹല്ലേലൂയ ദുഷ്ടനുഖങ്ങൾ തകർന്നു പോകും. ഹല്ലേലൂയ ശത്രുവിന്റെ തന്ത്രങ്ങൾ പാളിപ്പോകും. ഹല്ലേലൂയ നിന്നിൽ വ്യാപരിക്കുന്ന ആ അത്യന്ത ശക്തിയുണ്ടല്ലോ, അത് നമ്മളിൽ വരുമ്പോൾ നമ്മൾ ഒരിക്കലും നനയാത്ത നിമിഷത്തിൽ, നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത നിമിഷത്തിൽ നിനക്ക് വേണ്ടി വലിയ വൻകാര്യങ്ങൾ ചെയ്യുവാൻ കഴിവുള്ള കർത്താവിന്റെ സാന്നിധ്യമാണ് നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ആ ഉറപ്പുള്ളവരാരും മൗനമായിട്ടിരിക്കാതെ ചേർന്ന് ഒരുമിച്ച് സന്തോഷത്തോടെ രണ്ടുപേര് നാമത്തിൽ കൂടുന്നിടത്തെല്ലാം സാന്നിധ്യം വരുമെന്നവൻ ചൊന്നതല്ലയോ. ആ സാന്നിധ്യം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ. തിരു സാന്നിധ്യം മനോഹരം, മനോഹരം തന്നെ. രണ്ടുപേര് നാമത്തിൽ കൂടുന്നിടത്തെല്ലാം സാന്നിധ്യം വരുമെന്നവൻ ചൊന്നതല്ലയോ. ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ. തിരു സാന്നിധ്യം മനോഹരം, മനോഹരം തന്നെ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ. അവേ കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. ദീനസ്വരം മാറുന്നു, നവഗാനം കേൾക്കുന്നു, നിജനം തന്നിൽ ആനന്ദിച്ചു നൃത്തം ചെയ്യുന്നു. ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ. തിരു സാന്നിധ്യം മനോഹരം, മനോഹരം തന്നെ. ദീനസ്വരം മാറുന്നു, നവഗാനം കേൾക്കുന്നു,
ജനം തന്നെ ആനന്ദിച്ചു നൃത്തം ചെയ്യുന്നു. ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ. തിരുസാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയം. ആലോചന ഞാൻ കേൾക്കുന്നുണ്ട് കാതുകളിലാൽ. തൻ സൗരഭ്യം പരക്കുന്നുണ്ട് ഈ അന്തരീക്ഷം. തിരുസാന്നിധ്യം ഞാൻ ദർശിക്കുന്ന കണ്ണുകളാലേ. ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് കാതുകളിലാൽ. തൻ സൗരഭ്യം പരക്കുന്നുണ്ട് ഈ അന്തരീക്ഷത്തിൽ. തിരുസാന്നിധ്യം ഞാൻ ദർശിക്കുന്ന കണ്ണുകളാലേ, ആത്മകണ്ണുകളാലേ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ മക്കൾക്ക്. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന ആരാധന അങ്ങയ്ക്ക്. സകലമാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായ കർത്താവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് അങ്ങയ്ക്ക് ആരാധന അങ്ങയ്ക്ക്. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. ഓ യേശുനാഥ നീ എൻ ബലമാകയാൽ ഞാനൊട്ടും ഭയപ്പെടില്ല. യേശുനാഥ നീ എൻ ബലമാകയാൽ ഞാനൊട്ടും ഭയപ്പെടില്ല. ചേർന്നൊരുമിച്ച് ആരാധന അങ്ങയ്ക്ക്, ഹല്ലേലൂയ. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. നിന്റെ ചിറകുകളിൽ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. നിന്റെ ചിറകുകളിൽ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു. വിശ്വസ്തനും നീ എന്നും തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ. വിശ്വസ്തനും നീ എന്നും തുണയായോനും സ്തുതിക്കു യോഗ്യനും. ചേർന്നൊരുമിച്ച് ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങെ സ്തുതിച്ചു പാടിയിടുവേ. എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങെ സ്തുതിച്ചു പാടി. നാഥാ നീ ചെയ്തതാ, നാഥാ നീ ചെയ്തതാ നന്മകളെ എന്നാളും സ്തുതിച്ചിടുവേ. നാഥാ നീ ചെയ്തതാ നന്മകളെ എന്നാളും സ്തുതിച്ചിടും. ആരാധന ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന. ഓ ആരാധന. ഒന്ന് പറയാമോ എന്റെ ബലഹീന
എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. അവൻ യേശുനാഥ നീ എൻ ബലമാകയാൽ ഞാനൊട്ടും ഭയപ്പെടില്ല. യേശുനാഥ യേശുനാഥ നീ എൻ ബലമാകയാൽ. സന്തോഷത്തോട് ചേർന്നൊരുമിച്ച് ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. ഹല്ലേലൂയ ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. അവൻ യേശുനാഥ നീ എൻ ബലമാകയാൽ ഞാനൊട്ടും ഭയപ്പെടില്ല. യേശുനാഥ നീ എൻ ബലമാകയാൽ ഞാനൊട്ടും ഭയപ്പെടില്ല. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. എന്റെ പാറയാകും യേശുനാഥ എന്നെ കാക്കും ദൈവം നീയേ. എന്റെ പാറയാകും യേശുനാഥ എന്നെ കാക്കും ദൈവം നീയേ. മഹിമയും ബലവും നിറഞ്ഞവനെ എന്നുമെന്നും സ്തുതി നിനക്ക്. മഹിമയും ബലവും നിറഞ്ഞവനെ എന്നുമെന്നും സ്തുതി നിനക്ക്. അതറച്ചുറച്ചത് ആരാധന അങ്ങയ്ക്ക്, ആരാധന ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. ഓ ഹല്ലേലൂയ എന്റെ ഭാരയാകുന്ന കർത്താവേ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ നിന്റെ ചിറകുകളുടെ മറന്ന് എന്നാൽ നീ മറച്ച കൃപകളെ ഓർത്ത് ഹല്ലേലൂയ വിശ്വസ്തയോടെ എന്നെ അന്ത്യം വരെ ചുമക്കാമെന്ന് പറഞ്ഞവന്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവം നമ്മെ ഒരുമിച്ച് ആരാധന അങ്ങയ്ക്ക്, ആരാധന 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 എന്റെ ബലഹീന നേരങ്ങളിൽ
നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. യേശുനാഥ നീ എൻ ബലമാകയാ, ഞാനൊട്ടും ഭയപ്പെടില്ല. ശത്രുവിനെ ജയിക്കുവാൻ ഒരു പക്ഷെ ചിന്തിച്ചേക്കാം, കർത്താവേ എനിക്കതിന് കഴിവില്ല, എനിക്കതിന് ബലമില്ല. കർത്താവ് നമ്മുടെ ബലമാണെങ്കിൽ നിനക്ക് പേടിക്കാനൊന്നുമില്ല. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ബലമാണെങ്കിൽ നിന്നാൽ കഴിയാത്ത യാതൊരു കാര്യമില്ല. വചനം പറയുന്നില്ല, ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ മതിൽ ചാടിക്കടക്കും. ഹല്ലേലൂയ. പറ്റില്ല എന്ന് പറയുമ്പോൾ നിന്റെ കൂടെ നിൽക്കുന്നതിനോട് പറഞ്ഞേക്കാം, അത് നിന്നെ കൊണ്ട് കഴിയത്തില്ല. നിന്റെ കാതിൽ ശത്രു പറഞ്ഞേക്കാം, അത് നിന്നെ കൊണ്ട് കഴിയത്തില്ല. പക്ഷെ നിങ്ങളൊന്ന് പറഞ്ഞു തുടങ്ങണം, അതിനാൽ അത് സാധിക്കും. കാരണം ബലവാനായവൻ, ബലമുള്ളവൻ എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അവനെൻ്റെ പാറയാണ്, അവൻ്റെ ഉറപ്പുള്ള ഗോപുരമാണ്, അവനെൻ്റെ എല്ലാമാണ്, അവൻ്റെ ജീവനാണ്. ഹല്ലേലൂയ. എനിക്കുള്ളതിനേക്കാൾ, എൻ്റെ സമ്പത്തിനേക്കാൾ, എൻ്റെ മാതാപിതാക്കളെക്കാൾ, എൻ്റെ സഹോദരങ്ങളെക്കാൾ, എൻ്റെ മക്കളെക്കാൾ, എൻ്റെ ഭാര്യയേക്കാൾ, എൻ്റെ ഭർത്താവിനേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്ന യേശുവപ്പ. അങ്ങയെ പിരിഞ്ഞെനിക്കൊരു ജീവിതമില്ലപ്പ. ഹല്ലേലൂയ. അങ്ങയെ പിരിഞ്ഞെനിക്കൊന്നുമില്ലപ്പ. ആ മാർവിൻ്റെ ചൂട് പറ്റി, ആ മാർവോട് ചേർന്ന് അങ്ങയോട് പറ്റിയിരിക്കണമേ, അങ്ങ് എൻ്റെ കൂടെ ഇരിക്കണമേ എന്ന് എത്ര പേർക്കൊന്ന് പറയുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഹോ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. നമ്മളെ നയിക്കുവാൻ കഴിവുള്ളൊരുവൻ, നമ്മളെ പുലർത്തുവാൻ കഴിവുള്ളൊരുവൻ, നിന്റെ ആവശ്യങ്ങൾക്ക് മധ്യേ ഇറങ്ങി വരുന്നൊരുവൻ, അതാണ് നമ്മുടെ യേശു. ഹല്ലേലൂയ. യേശുവിൻ്റെ അടുക്കൽ ചെന്നവരാരും വെറും കൈയോട് മടങ്ങിപ്പോയ ചരിത്രമില്ല കേട്ടോ. യേശുവിനെ സ്നേഹിച്ചവരാരും എപ്പോഴും ദുഃഖിച്ചിരിക്കേണ്ടി വരുന്ന ചരിത്രമില്ല കേട്ടോ. ഇന്ന് നമ്മൾ യേശുവിനോടൊന്ന് പറഞ്ഞു തുടങ്ങിയാട്ടെ, എൻ്റെ യേശുവപ്പ, ഞാൻ എല്ലാറ്റിനേക്കാൾ ഉപരി അങ്ങയെ സ്നേഹിക്കുന്നപ്പ, എനിക്കുള്ളതിനേക്കാൾ ഉപരി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നപ്പ. ഒന്ന് പറയാമോ? ഹല്ലേലൂയ. ഹോ ആരാധന, ആരാധന, ആരാധന. മൗനമായിട്ടിരിക്കാം, അതിനൊന്നും പാടാൻ. ആരാധന, ഹോ ശബ്ദം ഉയരട്ടെ, ഉറപ്പോടെ. അങ്ങേക്ക് ഒരു പ്രാവശ്യം കൂടി കരങ്ങൾ വീശി, അങ്ങേക്ക്